ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോനെ, നീ ഞങ്ങളെ കാണുന്നത് വെറും വാടകക്കാരായിട്ട് മാത്രമാണോ? അതിൽ കൂടുതൽ ബന്ധമൊന്നും എനിക്ക് നിങ്ങളോട് കാണിക്കാൻ താല്പര്യമില്ല. എങ്ങനെ ഞാൻ വർമ്മ സാറിനെ രക്ഷിക്കാൻ നോക്കിയോ അതുപോലെയൊക്കെ തന്നെയാ നീ എനിക്കും രക്ഷാകവചമായി മാറുന്നതും. അയ്യോ സാറേ, മരണം വരെ വർമ്മ സാറിന്റെ പ്രതിച്ഛായക്ക് ഒരു മംഗലം വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവസാനം വരെ അങ്ങനെ തന്നെയായിരുന്നു. ഒരു കളങ്കവും വരാതെ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതത്തിന് തിരശ്ശീല വീഴുകയും ചെയ്തു. അദ്ദേഹം എത്രയോ നല്ല മനുഷ്യനായിരുന്നു. ഞാൻ വർമ്മ സാറിന്റെ വിധേയനല്ലായിരുന്നു, വിശ്വസ്തനായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ മാനസപുത്രനും. സത്യത്തിൽ നീയും അങ്ങനെ തന്നെയല്ലേ? എന്റെ മാനസപുത്രനല്ലേ നീ? ഞാൻ വർമ്മ സാറിന്റെ മകളെ അങ്ങോട്ട് കയറി പ്രേമിച്ചതൊന്നുമല്ല. അവൾ എന്നെ സ്നേഹിച്ചു. ആ സ്നേഹം എനിക്കിഷ്ടമായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങളോടെ കല്യാണവും നടന്നു. നീയോ എന്റെ മകളെ ഇങ്ങോട്ട് കയറി സ്നേഹിച്ചല്ല, അതെനിക്ക് വ്യക്തമായിട്ടറിയാം. സത്യം പറയുമ്പോ നീ ഞെട്ടുന്നതിനാ. അവൾ നിന്നെ ഇഷ്ടപ്പെട്ടു, അതിലെന്താ തെറ്റ്? ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ തെറ്റുള്ളൂ. ഞാനൊരു തമാശ പറഞ്ഞ രാജു. സത്യം പറഞ്ഞ മറ്റൊരു പുരുഷൻ താലി കെട്ടും വരെ മകളെ മറന്നുപോയൊരു അച്ഛനാ ഞാൻ. ഇന്ന് എനിക്കതിൽ വലിയ ദുഃഖമുണ്ട്. ഞാൻ നൽകാറുന്ന സ്നേഹം ഒരുപക്ഷെ നിന്നിൽ നിന്ന് അവൾക്ക് കിട്ടി. അതാണ് നിന്റെ കൂടെ ജീവിക്കുമെന്ന് അവൾ വാശി കാണിച്ചത്. ഇതൊന്നും നമ്മുടെ തീരുമാനങ്ങളല്ല രാജു, കാലപുരുഷന്റെ കൽപ്പനകളാണ്. നമ്മൾ അനുസരിച്ച് നിന്നു കൊടുക്കുന്നു. പരസ്പരം യാതൊരു മുൻപരിചയവും ഇല്ലാത്തവരെ ദൈവം ഒരുമിപ്പിക്കുന്നു. കല്യാണം സത്യത്തിൽ ഒരു അത്ഭുതം തന്നെയാ. വർമ്മ സാർ ഇപ്പൊ നല്ല സന്തോഷത്തിലാ. പത്മാവതി മേഡത്തെ പറ്റി ചോദിച്ചാലോ? രാജു, എനിക്കൊരൊറ്റ ആശങ്കയുള്ളൂ. എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല ഞാൻ എന്റെ മകളോട്. പക്ഷെ എനിക്കെന്നും അവൾ എന്റെ ജീവനായിരുന്നു. എന്റെ ഹൃദയാർത്ഥാണ് നിനക്ക് ഞാൻ അവളെ തന്നിരിക്കുന്നത്. നീ അവളെ വെറുക്കുകയോ മറക്കുകയോ ചെയ്യരുത്. അതെനിക്ക് സഹിക്കില്ല. ഹലോ, നല്ല ഒന്നാം തരം ഉണ്ണിയപ്പം. എന്താ രുചി! ഈ പലഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിലെ രാധമ്മ ഒരു പുലിയാ. അല്ല, പലഹാരം ഉണ്ടാക്കി വിറ്റെങ്കിലും ജീവിക്കാം. അല്ല, ഇതിന് ഉണ്ണിയപ്പം പേര് വരാൻ കാരണം എന്തുവാ? അയ്യോ എന്റെ ദൈവമേ, ഇതൊന്നും അറിഞ്ഞൂടാടി മരമണ്ടി. ഭഗവാൻ ശ്രീകൃഷ്ണനെ കൊച്ചിലെ കുഞ്ഞായിരിക്കുമ്പോഴേ ഈ അപ്പം ഉണ്ടാക്കി കൊടുത്ത് കുഞ്ഞായിരുന്നത് കൊണ്ടാണ് ഈ അപ്പത്തിന് ഉണ്ണിയപ്പം എന്ന് പേരിട്ടത്. ഓ, എന്റെ കുഞ്ഞിന് കുഞ്ഞായിരിക്കുമ്പോ ഞാൻ ഇങ്ങനത്തെ പലഹാരം ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അതിന് കാരണം വേറെയാ. അവന് ഞാനിത് ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിലേ അതിന്റെ പേര് മണ്ണുണ്ണിയപ്പം എന്ന് മാറിയേനെ. ഇവരെന്ത് ഇത്രയും നേരമായിട്ട് തിരികെ വരാത്തെ? അവരൊരു വഴിക്ക് പോയതല്ലേ രാധമ്മേ. അല്ല, നിങ്ങൾ തമ്മില് ശത്രുക്കളല്ലേ? വരുമ്പോ വരട്ടെ. ദേ, അവര് വരുന്നുണ്ട്. മോള് വിശേഷങ്ങളൊക്കെ ചോദിക്കേ. അച്ഛാ, ശ്രീമോൾ എന്തു പറഞ്ഞു? അവള് ഉണ്ണിയപ്പം കഴിച്ചില്ലേ?
എന്തു പറ്റി അച്ഛാ? അവള് കഴിച്ചില്ലേ? രാജുവിനോട് പറയില്ലെന്ന് നിങ്ങൾ ഉറപ്പ് തന്ന ഞാൻ അവിടെ നടന്ന കാര്യങ്ങള് നിങ്ങളോട് പറയാം. ഞങ്ങൾ ആരും രാജുവിനോട് പറയില്ല അച്ഛാ. അച്ഛൻ കാര്യം എന്താണെന്ന് പറയൂ. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാ അവിടെ നിന്നുണ്ടായത്. എന്താ ഉണ്ടായെന്നൊന്ന് പറഞ്ഞൂടെ? മനുഷ്യനെ ഇട്ട് വെള്ളം കുടിപ്പിക്കാതെ കാര്യം പറയച്ചാ. ഇതിൽ ഇവരൊക്കെ വിഷം ചേർത്തിട്ടില്ലെന്ന് ആരുണ്ടു? ഇനി മേലാൽ എന്റെ ഭാര്യയ്ക്ക് ആഹാര സാധനങ്ങളും കൊണ്ട് ഇങ്ങോട്ട് കേറി വന്ന പറഞ്ഞേക്കാം, ഇറങ്ങിപ്പോയ്ക്കോ. ദൈവമേ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? നീ വിഷമിക്കുമെന്ന് കരുതി ഞാനിതൊന്നും പറയണ്ടെന്ന് കരുതിയതാ. പക്ഷേ നീയും ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? അല്ല, ഈ ഹരീഷ് എന്ത് മര്യാദകേടായി കാണിക്കുന്നത്? നേരെന്നറിയില്ലാത്ത ഒരു ഉപ്പിണിയുടെ മോനല്ലേ അവൻ. ഇതിനൊക്കെ ചോദിക്കാനും പറയാനും ആളില്ലാഞ്ഞിട്ടാ. ചെവിക്കുറ്റി നോക്കി രണ്ടെണ്ണം പൊട്ടിക്കണമായിരുന്നു. ദൈവമേ, വിശേഷമുള്ള പെങ്കുച്ച, അതിന് ഒരു സമാധാനവും ഇല്ലല്ലോ. ഹരീഷും ശ്രീയും തമ്മില് പ്രശ്നമൊന്നുമില്ല രാധമ്മേ. അവര് നല്ല സ്നേഹത്തിലാ. എന്നാലും എന്റെ പൊന്നു മോളെ, വീട്ടുകാരോട് ഇങ്ങനെയൊക്കെ പെരുമാറാമോ? അതും അവന്റെ ഭാര്യയെ ജനിപ്പിച്ച ഈ പാവം തന്തയോട്. അവനായിരിക്കും ആ ഹരീഷ്. എന്നിട്ടരിശം തീരാത്തവൻ ആ പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് ഓട്ടംതുള്ളലില്ലയോ? അരിശം തീർന്നിട്ടില്ല, ബാക്കി തീർക്കാൻ വരുവാ പാണ്ഡനായ. ഓ, ആ രൂപിണിയുടെ തനി പകർപ്പ് തന്നെ. എല്ലാരോടും കൂടി ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. ഒരകത്തേക്കിരിക്കെ. എന്റെ അമ്മ വാടകയ്ക്ക് തന്ന വീടല്ലേ? വാടകക്കാര് താമസിക്കുമ്പോ ഞാൻ കയറി ഇരിക്കുന്നത് ശരിയല്ലല്ലോ. മോനെ, നീ ഞങ്ങളെ കാണുന്നത് വെറും വാടകക്കാരായിട്ട് മാത്രമാണോ? അതിൽ കൂടുതൽ ബന്ധമൊന്നും എനിക്ക് നിങ്ങളോട് കാണിക്കാൻ താല്പര്യമില്ല.